ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജെസ്നാപ്സ്. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഡെൻമാർക്കിലെത്തി 2 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ ഞാനിന്ന് CPR നമ്പർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്താണ് CPR നമ്പർ, അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നൊക്കെ വഴിയേ പറയാം. ഡെൻമാർക്കിലെത്തി 2 ആഴ്ച ആയെങ്കിലും ഞാനും എൻ്റെ വൈഫും കൂടെ ഒരുമിച്ചാണ് ഇതുവരെ പുറത്തൊക്കെ പോയിട്ടുള്ളത് വീക്കെൻഡുകളിൽ. അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് ടൈമാണ് തന്നെ പോകുന്നത്. ഇന്നൊരു വീക്ക് ഡേ ആണ്. അപ്പോൾ വൈഫ് ഓഫീസിൽ പോയി. എനിക്കിന്നാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത് CPR നമ്പർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. 3 o'clock എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത്. ഞാനൊരു 2 മണിയൊക്കെ ആയപ്പോൾ പതിയെ റെഡിയായി സ്റ്റേഷനിലോട്ട് നടന്നു. ഒരു 200 മീറ്റർ ഡിസ്റ്റൻസിൽ ലോക്കൽ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇവിടെ നോർമലി ട്രാവലിന് വേണ്ടിയിട്ട് ബസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ലോക്കൽ ട്രെയിൻ ഉണ്ട്, മെട്രോ ഉണ്ട്. അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട്. എൻ്റെ റൂട്ടാണോ എന്നത് കൺഫേം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ട്രെയിൻ പോയി. സോ എനിക്ക് പോകേണ്ടത് ഹില്ലർ റോഡ് എന്ന് പറഞ്ഞ റൂട്ടിലോട്ടാണ്. ഇവിടെ ഡിജിറ്റൽ ബോർഡ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് റൂട്ടിലോട്ടാണ് പോകേണ്ടത്, എത്ര മിനിറ്റിൽ എത്തും എന്നൊക്കെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ബോർഡ് നോക്കിയപ്പോൾ 6 മിനിറ്റ് 5 മിനിറ്റിൽ അടുത്ത ട്രെയിൻ വരും. സോ ഞാൻ ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഡെൻമാർക്കിൽ കൂടുതലും ട്രാവൽ കാർഡ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഡോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അതുവഴി നമുക്ക് മന്ത്ലി പാസ് എടുക്കാൻ പറ്റും. ട്രാവൽ കാർഡ് ആണെങ്കിൽ ആ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. മന്ത്ലി പാസ് ആണെങ്കിൽ നമുക്ക് ബസ് അല്ലെങ്കിൽ ലോക്കൽ ട്രെയിൻ അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം. എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് മെട്രോയും യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ട്രാവൽ കാർഡ് ഉണ്ട്, പക്ഷേ ഡോട്ട് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷനിൽ മന്ത്ലി പാസ് എടുത്താണ് യൂസ് ചെയ്യുന്നത്. ഇത് കോപ്പൻഹേഗൻ മെയിൻ സ്റ്റേഷനാണ്, വൺ ഓഫ് ദ മെയിൻ സ്റ്റേഷൻ ഇൻ ഡെൻമാർക്ക്. സോ അപ്പോൾ പോകുന്നത് CPR നമ്പർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ CPR നമ്പർ എന്ന് പറയുന്നത് ഇവിടുത്തെ സിവിൽ രജിസ്ട്രേഷൻ നമ്പറാണ്. നമ്മൾ ഡെൻമാർക്കിലെത്തി ഇവിടെ 3 മാസത്തിൽ കൂടുതൽ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു CPR നമ്പർ, ഇന്ത്യയിലൊക്കെ ആധാർ കാർഡ് എന്ന് പറയുന്ന പോലെ നമുക്കിവിടെ ഒരു റെസിഡൻസ് കാർഡ് കിട്ടാൻ വേണ്ടി ഒരു ID നമ്പറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ CPR നമ്പർ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ ജോബ് വിസയിലല്ല, വർക്ക് വിസ അങ്ങനെയുള്ള ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് റെസിഡൻസ് പെർമിറ്റിൻ്റെ കൂടെ ഒരു CPR നമ്പർ ഉണ്ടാവും. ആ നമ്പർ നമ്മളിവിടെ കൊണ്ടുവന്ന് ആക്ടിവേറ്റ് ചെയ്യണം. അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. CPR രജിസ്ട്രേഷൻ ഇൻ ഡെൻമാർക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ളൊരു സൈറ്റ് കാണാൻ പറ്റും. അത് കയറി നമ്മുടെ ഡോക്യുമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മെയിൽ റിട്ടേൺ കിട്ടും. ആ മെയിലിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും, ഏത് ഡേറ്റിലാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു വെനസ്ഡേ ആണ് ഫിക്സ് ചെയ്തത്, ഒരു 3 o'clock ടൈമിൽ. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേനും നമ്മൾ ഇൻ്റർനാഷണൽ ഹൗസിൽ അവിടെ എത്തണം. അങ്ങനെ പാസ്പോർട്ട്, നമ്മുടെ റെൻ്റൽ എഗ്രിമെൻറ്റ്, വർക്ക് പെർമിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ മാരീഡ് ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, ഈ ഡോക്യുമെൻറ്റ്സുമായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ ഹൗസിലോട്ട് എത്തണം. അവിടെ എത്തി ഇതൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് ഒരു വെരിഫൈ ചെയ്ത് CPR നമ്പർ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഒരു 2 വീക്സിൽ നമ്മുടെ റെസിഡൻസ് കാർഡും ഹെൽത്ത് കെയർ കാർഡും ഡാനിഷ് അഡ്രസ്സിലോട്ട് അവർ ഡെലിവറി ചെയ്യും. ഡെൻമാർക്കിലെ എല്ലാ ഹെൽത്ത് ആക്ടിവിറ്റീസിനും ഈ ഹെൽത്ത് കെയർ കാർഡ് അത്യാവശ്യമാണ്. ഇതിൽ നമ്മളൊരു ഡോക്ടറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും അവരെ സമീപിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇൻ്റർനാഷണൽ ഹൗസ് കോപ്പൻഹേഗനിലെത്തി. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ സിസ്റ്റം അണ്ടർ മെയിൻ്റെനൻസ് ആയിരുന്നു. നോർമലി ഇവിടെ എത്തി നമുക്ക് നമ്മുടെ ഒരു റെഫറൻസ് നമ്പർ ഉണ്ട്. ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് അവിടുത്തെ ഒരു ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യാണ് വേണ്ടത്. ബട്ട് അവരെന്നോട് പറഞ്ഞു ഒന്നെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റം റെഡി ആകുന്നവരെ, അല്ലെങ്കിൽ പോയിട്ട് നെക്സ്റ്റ് ഡേ വരാമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ വരാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ ആദ്യത്തെ തവണ സിസ്റ്റം മെയിൻ്റെനൻസ് കാരണം തടസ്സം നേരിട്ടുകൊണ്ട് എനിക്ക് 2ാമത്തെ ദിവസം ഒന്നും കൂടെ ചെല്ലേണ്ട വന്നു. 2ാമത്തെ ദിവസം ചെന്നപ്പോൾ പ്രത്യേകിച്ച് ടോക്കൺ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. തലേ ദിവസം ചെന്നതുകൊണ്ട് തന്നെ പ്രത്യേക കൗണ്ടർ ഉണ്ടായിരുന്നു. നേരിട്ട് അകത്തോട്ട് ചെല്ലാൻ പറ്റി. ആദ്യം തന്നെ അവർ എൻ്റെ പാസ്പോർട്ട് ചോദിച്ചു. പാസ്പോർട്ട് കൊടുത്തു. അതിലെ ഡേറ്റയൊക്കെ വെരിഫൈ ചെയ്തു. പിന്നെ അടുത്തൊരു കൗണ്ടറിലോട്ട് പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് നമ്മുടെ വർക്ക് പെർമിറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിച്ച ശേഷം അവർ വെരിഫൈ ചെയ്തു. CPR രജിസ്ട്രേഷൻ നടപടികൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു അറൗണ്ട് 5 to 10 മിനിറ്റ്സിൻ്റെ പ്രോസസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ CPR രജിസ്ട്രേഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ജെസ്നാപ്പ്.